എല്ലാ പുതുസംവത്സരത്തിലും ഒരേപോലെയാണ് നാം ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. ഞാൻ കൂടുതൽ നന്നായി ചെയ്യും, ഞാൻ കൂടുതൽ ശ്രമിക്കും, ഞാൻ പുനരാരംഭിക്കും. എന്നിട്ടും മിക്ക തീരുമാനങ്ങളും പലപ്പോഴും ജനുവരിയിലെ ആദ്യ 2 ആഴ്ചകൾക്കുള്ളിൽ നിശബ്ദമായി മരിക്കുന്നു. ഇത് സംഭവിക്കുന്നത് നമ്മുടെ അച്ചടക്കത്തിൽ എന്തോ സംഭവിച്ചത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തോ തകരാറ് സംഭവിച്ചത് കൊണ്ടാണ്. പഴയ വർഷത്തെ എന്നേക്കുമായി മറക്കുവാനോ ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മെ തന്നെ മതിമറന്ന് ആയിരിക്കാനോ അല്ല നാം വിളിക്കപ്പെട്ടിട്ടുള്ളത്. പുതിയ വർഷം പഴയതിനെ അല്ലെങ്കിൽ കഴിഞ്ഞ സംവത്സരത്തെ തുടച്ചു മാറ്റുന്ന ഒരു ഇറേസർ റബ്ബറല്ല. പുതുസംവത്സരം ജ്ഞാനത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. തിരുവെഴുത്ത് നമ്മെ നമ്മുടെ ദിവസങ്ങൾ എണ്ണാൻ വിളിക്കുന്നു. എന്തിനു വിളിക്കുന്നു? കഴിഞ്ഞ കാലങ്ങളുടെ തടവുകാരനാകാതെ അതിൽ നിന്ന് പഠിക്കാൻ നമ്മെ വിളിക്കുന്നു. പുതുസംവത്സരത്തിലെ ഏറ്റവും മികച്ച പ്രതിജ്ഞ എന്നുള്ളത് കൂടുതൽ വാഗ്ദാനങ്ങൾ ചേർക്കുന്നതിനേക്കാൾ ഉപരി കഴിഞ്ഞ പരാജയങ്ങളുടെയും വിജയങ്ങളുടെയും കഴിഞ്ഞ ദുഃഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും പൂർത്തിയായതും പൂർത്തീകരിക്കാത്തതുമായ സ്വപ്നങ്ങളുടെയും ചാരം ഉപേക്ഷിക്കുക എന്നതാണത്. ഇന്നലകളെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് ഓടാൻ ഒരിക്കലും കഴിയില്ല. പ്രിയരെ, യഥാർത്ഥ മാറ്റം ഒരിക്കലും പെട്ടെന്നുണ്ടാകുന്നതല്ല. വിശുദ്ധീകരണം ഒരു പ്രക്രിയയാണ്. നിങ്ങൾ ആവർത്തിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ആരാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഈ പുതുവർഷത്തിൽ നല്ല ചിന്തകളാകുന്ന വിത്തുകൾ നിങ്ങൾ പാകൂ. അത് ചില ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ മനോഹരമാകുന്ന പ്രവൃത്തികളായി പുറത്തു വരും. അങ്ങനെ ഈ പുതുവർഷത്തിൽ തുടർമാനമായി നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നമ്മളെ നല്ല ശീലമുള്ളവർ ആക്കും. നമ്മുടെ നല്ല ശീലങ്ങളോ നമ്മളെ നമ്മുടെ സ്വഭാവത്തിൽ ഒരു നല്ല രൂപമാറ്റം സൃഷ്ടിക്കും. വിശുദ്ധ തിരുവെഴുത്ത് വിരോചിതമായ ആവേശങ്ങളെയല്ല, വിശുദ്ധ ശീലങ്ങളെയാണ് ഊന്നി പറയുന്നത്. ദൈനംദിന പ്രാർത്ഥന, പതിവ് തിരുവചന ധ്യാനം, ഔദാര്യ മനസ്കതി, ദൈവിക അനുസരണം മുതലായവയാണത്. ഓർക്കുക, ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. പ്രിയ സുഹൃത്തുക്കളെ, ഈ പുതുസംവത്സരത്തിൽ വലിയ നേർച്ചകളും തീരുമാന പ്രതിഷ്ഠകളും എടുക്കുന്നതിനേക്കാൾ ദൈവത്തെ ചുറ്റിപ്പറ്റി നിങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ ഈ പുതുസംവത്സരത്തെ ഉപയോഗിക്കുക. അവനോടൊപ്പം ദിവസം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക. കാരണം ലക്ഷ്യം മികച്ച ഒരു വർഷമല്ല, മറിച്ച് ഒരു വിശ്വസ്ത ജീവിതമാണ് ഓരോ ദിവസവും. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ദൈവം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.